ഇക്കഴിഞ്ഞ 18-ാം തീയതി പുലർച്ചെ പുറത്തുവന്നൊരു മോഷണ വാർത്ത. തീക്കട്ടയിലും ഉറുമ്പരിക്കുമോ എന്ന് കേട്ടവരെല്ലാം ചിന്തിച്ച് മൂക്കത്ത് വിരൽ വെച്ചൊരു വാർത്ത. പൂജപ്പുരയിലെ ജയിൽ കഫറ്റീരിയയിൽ നിന്ന് 4 ലക്ഷം രൂപ മോഷണം പോകുന്നു. പ്രതിയാരെന്ന് അറിവില്ല. മുൻപേ കൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലൊരു മോഷണം. കഫറ്റീരിയയുടെ പിൻവശത്തെ വാതിൽ കുത്തി തുറക്കുന്നു. ശേഷം കഫറ്റീരിയയ്ക്കുള്ളിലെ ഷെൽഫിൽ നിന്നും പണം സൂക്ഷിച്ചിരിക്കുന്ന ഓഫീസിന്റെ താക്കോൽ കവരുന്നു. പിന്നീട് ഓഫീസ് റൂമിലെത്തി താക്കോൽ ഉപയോഗിച്ച് ഡോർ തുറന്ന് അവിടുത്തെ ഷെൽഫിളക്കി പണം കവരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഏറെയുള്ളൊരിടം, ജയിൽ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം. അവിടെ നിന്നും ഇത്രയും കൃത്യമായി ഒരു മോഷണം നടക്കണമെങ്കിൽ അത് ആ സ്ഥാപനത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി അറിവുള്ള ഒരാളായിരിക്കില്ലേ? മോഷണം നടന്ന് ഏകദേശം ഒരാഴ്ചയ്ക്കിപ്പുറം പ്രതി പിടിയിലാകുന്നു. പിടിയിലായത് പോത്തൻകോട് സ്വദേശി അബ്ദുൽ ഹാദി. മുൻപ് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ഇയാൾ സെൻട്രൽ ജയിലിലെ മുൻപത്തെ തടവുകാരനായിരുന്നു. ഓഗസ്റ്റ് 4-ന് റിലീസായതാണ്. നിലവിൽ പോലീസ് അധികൃതരെല്ലാം എത്തി അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ള ഒരാൾ, അതായത് താക്കോൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, എവിടെയാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത് എന്ന അറിവുള്ള ഒരാൾ തന്നെയാവും മോഷണം നടത്തിയിരിക്കുക എന്നാണ് പ്രാഥമിക നിഗമനം. കാരണം അത്തരത്തിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഏറ്റവും അടുത്ത് ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ജയിൽ മോചിതരായവരോ ആയിരിക്കാം ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതി അബ്ദുൽ ഹാദിയെ പോലീസ് പിടികൂടുന്നത് തിരുവല്ലയിൽ നിന്നുമാണ്. മോഷ്ടിച്ച പണം മൊബൈൽ ഫോൺ വാങ്ങാൻ ഉൾപ്പെടെ ഇയാൾ ഉപയോഗിച്ചുവെന്നും മൊഴി നൽകി. പക്ഷേ ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. അനാസ്ഥകൾ അക്കമിട്ട് നിരത്താനുണ്ട്. എന്തുകൊണ്ട് ഇത്രയും അധികം സുരക്ഷ ഒരുക്കേണ്ട ഒരിടത്തെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായി തുടർന്നു? അതുപോലെ തന്നെ പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നടന്ന ഈ മോഷണം തെളിയിക്കാൻ എന്തുകൊണ്ട് പോലീസിന് ഒരാഴ്ചയോളം സമയമെടുത്തു?